LPG ഗ്യാസ് വിതരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ പുതിയ നിയമം പുറപ്പെടുവിച്ചതിനാൽ നിങ്ങളുടെ LPG ഗ്യാസ് വിതരണം ഏത് നിമിഷവും നിർത്തിവെക്കാൻ സാധ്യത. ഈ നിയമത്തിനുള്ള 90 ദിവസത്തെ സമയപരിധി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സിലിണ്ടർ വിതരണം പൂർണ്ണമായും നിർത്തിവെക്കുമെന്നാണ് വിവരം. LPG ഗ്യാസ് വിതരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ പുതിയ നിയമം പുറപ്പെടുവിച്ചതിനാൽ നിങ്ങളുടെ LPG ഗ്യാസ് വിതരണം ഏത് നിമിഷം വേണമെങ്കിലും നിർത്തിവെക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ നിയമത്തിനുള്ള 90 ദിവസത്തെ സമയപരിധി അവസാനിച്ചു കഴിഞ്ഞു. അടിയന്തര നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഏത് നിമിഷം സിലിണ്ടർ വിതരണം പൂർണ്ണമായും നിർത്തിവെക്കുമെന്നാണ് അറിയിപ്പ്. ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതി ബില്ലുകളിലെ സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ഒരു പ്രധാന മാറ്റം വരുത്തിയിട്ടുണ്ട്. പുതിയ ഉത്തരവ് പ്രകാരം നിയുക്ത മേഖലകളിലെ പൈപ്പ് ലൈൻ പ്രകൃതിവാതകം അഥവാ PNG ശൃംഖലകളിൽ സർക്കാർ കർശനമായി തന്നെ മാറ്റങ്ങൾ വരുത്തുകയും നിയന്ത്രണങ്ങൾ ലംഘിക്കുന്ന കണക്ഷനുകൾ കർശനമായി അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വീടുകളിലോ വീടിനടുത്തോ PNG കണക്ഷനുകൾ ഉള്ളവരുടെ LPG കണക്ഷനുകൾ വിച്ഛേദിക്കപ്പെടും. അവർക്ക് LPG വിതരണം ചെയ്യരുതെന്ന നിർദ്ദേശവും നൽകി കഴിഞ്ഞു. ഒരേ കുടുംബത്തിൽ ഇരട്ട ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളവർ ഒരു കണക്ഷൻ ഉപേക്ഷിക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം അവർക്കും ഗ്യാസ് വിതരണം ചെയ്യില്ല. ആരെങ്കിലും LPG ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട് KYC പ്രക്രിയ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ അവരുടെ ഗ്യാസ് വിതരണം നിർത്തലാക്കും. ഗ്യാസ് കണക്ഷൻ വിച്ഛേദിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ പ്രാദേശിക നഗര ഗ്യാസ് വിതരണ കമ്പനി നിങ്ങളുടെ അയൽപ്പക്കത്തേക്ക് അതിൻ്റെ ശൃംഖല വികസിപ്പിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം കണ്ടെത്തണം. നിലവിലെ ഉത്തരവ് പ്രകാരം നിങ്ങൾക്ക് ഒരറിയിപ്പ് ലഭിച്ചാലോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത തപാൽ വഴി 90 ദിവസത്തെ സമയപരിധി ലഭിച്ചാലോ നാളെ മുതൽ നിങ്ങൾക്ക് ഗ്യാസ് ബുക്ക് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ ഒരു ഉടമയോ വാടകക്കാരനോ ആകട്ടെ സർക്കാർ നൽകിയ വിലാസ തെളിവും തിരിച്ചറിയൽ കാർഡും നിങ്ങളുടെ വിതരണക്കാരന് ഉടൻ സമർപ്പിക്കണം. കുടിയേറ്റ ഗ്രൂപ്പുകൾക്കായി കരിം പട്ടികയിൽ പെടുത്തുന്നത് ഒഴിവാക്കാൻ നിങ്ങളുടെ സ്വയം പ്രഖ്യാപന ഔപചാരികമായി തന്നെ ഫയൽ ചെയ്യേണ്ടതും ഉറപ്പാക്കണം. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ ഉണ്ടെങ്കിൽ ഓൺലൈനായോ പ്രാദേശിക വിതരണ പോർട്ടലുകൾ വഴിയോ നിങ്ങളുടെ PNG സബ്സ്ക്രിപ്ഷൻ അപേക്ഷ ആരംഭിക്കണം. നിങ്ങളുടെ പരിസരത്ത് പരിവർത്തനം ഭൗതികമായി സാധ്യമല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഷട്ട് ഡൗൺ മറികടക്കാൻ ഗ്യാസ് കമ്പനിയിൽ നിന്നൊരു സാങ്കേതിക NOC വാങ്ങിക്കേണ്ടതുണ്ട്. അതേസമയം നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ നിലവിലെ വിതരണക്കാരനുമായി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം. വിതരണക്കാരന്റെ തലത്തിൽ കൃത്രിമത്വം ഇല്ലാതാകുന്നതിനായി 90% പ്രവർത്തന വിശ്വാസ്യതയായി ഉയർത്തി അപ്ഡേറ്റ് ചെയ്ത ഡെലിവറി ഒതന്റിഫിക്കേഷൻ കോഡ് അഥവാ DAC സിസ്റ്റത്തിന് കീഴിൽ നിങ്ങളുടെ കണക്ഷൻ പൂർണ്ണമായും പരിശോധിച്ച് ഉറപ്പിക്കേണ്ടതും അനിവാര്യമാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.